ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് ഈശോ ഫരിസേരെയും നിയമജ്ഞരെയും ശക്തമായി വിമർശിക്കുന്നു. അവരുടെ വാക്കുകൾ നിങ്ങൾ അനുസരിക്കുക, പക്ഷെ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. മതജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണത്. മതത്തെ ആസ്വദിക്കാനുള്ളതാണ്, അതിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയതയെ പിന്തുടർന്നുകൊണ്ട് ജീവിതത്തിൽ സന്തോഷം നേടാനുള്ളതാണ്. പക്ഷെ മതജീവിതം ഭാരമുള്ളതാക്കി മാറ്റുന്ന അധികാരികളെ കർത്താവ് ശക്തമായി എതിർക്കുന്നു. യേശുവിൻ്റെ മുഖമാകട്ടെ വഹിക്കാൻ എളുപ്പമുള്ളതും. അതുകൊണ്ട് നിയമം നിയമജ്ഞരെ കണ്ടും ജീവിതം യേശുവിനെ കണ്ട് പഠിക്കാൻ യേശു ആവശ്യപ്പെടുകയാണ്. വിരുന്നുമേശകളിൽ പ്രമുഖ സ്ഥാനം ആവശ്യപ്പെടുകയും മറ്റുള്ളവരുടെ അംഗീകാരം പ്രതീക്ഷിക്കുന്ന ഫരിസേരെ നിയമജ്ഞരെയും യേശു എതിർക്കുന്നു. ആഗ്രഹിച്ച അംഗീകാരം ലഭിച്ചില്ല എന്നതിൻ്റെ പേരിൽ വിഷമിക്കുന്ന കായനോട് ദൈവം ചോദിക്കുന്നുണ്ട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുമായിരുന്നു. ഇതാണ് കർത്താവിൻ്റെ മനോഭാവം. ഉചിതമായത് പ്രവർത്തിക്കുമ്പോഴാണ് സ്വീകാര്യത ഉണ്ടാകുന്നത്. പ്രശംസകളിലും അംഗീകാരങ്ങളിലുമല്ല നമ്മൾ ഇടം പിടിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനയിൽ ഈശോയുടെ മനസ്സിൽ ഇടം പിടിക്കാനായിട്ട് സാധിക്കണം. എന്നിൽ നിന്ന് പഠിക്കുവാനെന്ന് ആവശ്യപ്പെടുന്ന ആ ഗുരുവിനെ നമുക്ക് ജീവിതത്തിൽ മാതൃകയാക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.